Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി തോരനുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വെണ്ടയ്ക്കയും സവാളയും ചേർത്ത് നമുക്കൊരു തോരൻ തയ്യാറാക്കാം. ചിലർക്കെങ്കിലും സംശയം കാണും, വെണ്ടയ്ക്ക നല്ല വിഴുവിഴുപ്പായി ഇരിക്കുന്ന സാധനമായതുകൊണ്ട് കുഴഞ്ഞു പോയ തോരനായിരിക്കും തയ്യാറാക്കാൻ പറ്റുന്നതെന്ന്. പക്ഷേ നല്ല തുറ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക സവാള തോരൻ നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ. ആദ്യം രണ്ടായിട്ട് മുറിച്ച് പിന്നെ 4 ഭാഗം ആയതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സവാള, ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അതും ചെറിയ രീതിയിൽ ഇതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. പിന്നെ എരിവിന് പച്ചമുളക്, 2-3 പച്ചമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ ഇതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ഒഴിവാക്കിയിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ സവാള, വെണ്ടയ്ക്ക, ഇത് നമ്മൾ ചെറിയ രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തോരനിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ വെണ്ടയ്ക്ക കൊഴിഞ്ഞു പോകും. നമ്മളിപ്പോൾ ഈ തോരൻ വെക്കുമ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ, നല്ല കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാനുള്ളതൊക്കെ ഒന്ന് ഇറങ്ങി ഇതിലൊന്ന് കുഴഞ്ഞ് കിട്ടണം. കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിനെ നല്ല തുറ ആക്കി എടുക്കുന്നത്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ കുറച്ച് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറണം. അതിന് ഇനി നമുക്ക് അടപ്പുകൊണ്ട് അടയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇതിങ്ങനെ ഇട്ടിരിക്കുക. ഇവിടത്തേക്ക് കിടന്നൊന്ന് വേഗം. ആ സമയത്ത് നമുക്ക് തോരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ അളവ് കൂടുതലായ നമ്മുടെ വെളുത്തുള്ളിയുടെ മണം മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസ് ചേർത്തത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ഇത്രയും കൂടെ ചേർത്ത് അധികം അരഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കത ഇതുപോലെ ആയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കയും സവാളയും ഒക്കെ കൂടെ എല്ലാം കൂടെ ഒന്ന് ഈ അരപ്പ് ഒന്ന് അടിയിലാകുന്ന പാകത്തിനാക്കിയിട്ട് ഇതിനെയൊക്കെ ഒന്ന് മീതെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ ചെറിയ രീതിയിൽ ഈർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് അരപ്പൊന്ന് വേകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ അടപ്പുകൊണ്ട് അടയ്ക്കാതെ ഇത് തുറന്നിട്ട് തന്നെ ഇതിനെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല മൊരിച്ച് നല്ല തുറ തോരനാക്കി എടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അരപ്പും വെണ്ടയ്ക്കയും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല തുറ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് വീഴുന്ന കണ്ടാൽ തന്നെ അറിയാം, ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിയ തോരനാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.